ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴിയും കടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നരന് വിവാഹാലോചനയുമായിട്ട് പെണ്ണിന്റെ അച്ഛനും അമ്മയും ഗൗരി ശങ്കരത്തിലേക്ക് വന്നിരിക്കുകയാണ്. മുത്തശ്ശൻ നരനെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. പെണ്ണിന്റെ അച്ഛൻ പറയുന്നു, സുജയ IT ഫീൽഡിലാ, ഇപ്പം ടെക്നോ പാർക്കിലാ ജോലി ചെയ്യുന്നത്. ഈ സമയം അവിടേക്ക് വരികയാണ് നരേൻ. പിന്നാലെ ഗായത്രിയും വരുന്നു. മുത്തശ്ശൻ പറയുന്നു, നരേൻ വന്നല്ലോ, മോനെ വന്നിരിക്കും. അപ്പൊ നരേൻ ചോദിക്കുന്നു, എന്താ ഇതൊക്കെ? അപ്പൊ മുത്തശ്ശൻ പറയുന്നു, മോനെ ഇവര് നിനക്കൊരു ആലോചനയുമായിട്ട് വന്നതാ. ഇവരുടെ മകളാ കുട്ടിയുടെ പേര്. ഇത് കേട്ട് തടഞ്ഞുകൊണ്ട് നരൻ പറയുന്നു, മുത്തശ്ശ സോറി, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഇത് കേട്ട് ഞെട്ടി അവിടെ വന്ന് എഴുന്നേൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. പുഞ്ചിരിച്ച് അവിടേക്ക് വരികയാണ് ശിവരാജൻ. നരൻ പറയുന്നു, വന്ന ഉടനെ വെട്ടിമുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വിചാരിക്കരുത്. കാര്യങ്ങൾ വലിച്ചു നീട്ടാതിരിക്കാൻ ആദ്യമേ പറഞ്ഞേ ഉള്ളൂ. ദേ, നിങ്ങളുടെ മകളെന്നല്ല ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. മോനെ നരേന്ന് മുത്തശ്ശി വിളിക്കുമ്പോൾ നരൻ ചോദിക്കുന്നു, മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങളെല്ലാം, പിന്നെന്താ ഇങ്ങനെയൊക്കെ? പെണ്ണ് കാണാൻ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഇമാതിരി ഡ്രാമ. സോറി, നിങ്ങൾ വേറെ ഏതെങ്കിലും പയ്യനെ കണ്ടിട്ട് മകളുടെ കല്യാണം നടത്തും. അങ്ങനെ നരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഗായത്രി പറയണ, സോറി, അവൻ എന്തോ ടെൻഷനിലായിരുന്നു എന്ന് തോന്നുന്നു. ഇത് കേട്ട് ശിവരാജൻ പറയുകയാണ്, എന്ത് ടെൻഷൻ? ഈ സീൻ ഇവിടെ സ്ഥിരം ഉള്ളതാ. പിന്നെ തുടർച്ചയായിട്ട് അഭിനയിച്ചിട്ടും ഇവർക്ക് യാതൊരു ബോറടിയും ഇല്ലെന്നുള്ളതാ. ഇത് കേട്ട് മുത്തശ്ശൻ ശിവരാജാന്ന് വിളിക്കുമ്പോൾ ശിവരാജൻ പറയുകയാണ്, ഞാനൊരു സത്യം പറഞ്ഞേ ഉള്ളൂ. മുത്തശ്ശി പറയുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കൊച്ചുമകൻ കല്യാണം കഴിക്കണമെന്നും അവനൊരു ജീവിതം ഉണ്ടായി കാണണമെന്നും ഒരു മുത്തശ്ശിക്കുണ്ടായ കൊതി കൊണ്ടാ നിങ്ങൾക്ക് ഈ അപമാനം. ക്ഷമിക്കണം. അങ്ങനെ മുത്തശ്ശി അവരുടെ മുന്നിൽ കൈകൂപ്പുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഗായത്രിയും മുത്തശ്ശനും. ഈ സമയം കണ്ണു നിറങ്ങി ആലോചിച്ച് ഗേറ്റ് കടന്നു വരികയാണ് കാവേരി ഓർക്കുന്നു ബാങ്കിലെ സ്റ്റാഫിന്റെ വാക്കുകൾ. അനിയ അതൊരു തട്ടിപ്പ് കോളായിരുന്നു. OTP ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞ് ടിവിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എത്രയോ പരസ്യം കൊടുക്കുന്നത്. എന്നാലും ആൾക്കാർക്ക് ബോധമില്ല. അപ്പം പണം പോയ സാറിന് കാവേരി ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞു പോയി. ഈ സമയം വളരെ ദേഷ്യത്തോടുകൂടി വണ്ടിയിലേക്ക് കയറിയ നരൻ വണ്ടി പിന്നോട്ടേക്ക് എടുക്കുകയാണ്. കാവേരി ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. വണ്ടി മുന്നിലെത്തുമ്പോൾ കാവേരി ഞെട്ടി സൈഡിലേക്ക് മാറുകയും താഴേക്ക് വീഴുകയുമാണ്. നരൻ ഞെട്ടി അയ്യോ എന്ന് പറഞ്ഞ വണ്ടി നിർത്തുന്നു. നരൻ ചോദിക്കുന്നു, എന്തേലും പറ്റിയോ? പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് കാവേരി പറയുന്നു, സാരമില്ല, അയാം ഓക്കെ. അപ്പൊ നരൻ പറയുകയാണ്, എന്നാ ഞാൻ ഓക്കെ അല്ല. സ്വപ്നം കണ്ട് നടക്കാനേ ഇത് പാർക്കും ബീച്ചും ഒന്നും അല്ല. ദേ, മര്യാദയ്ക്ക് നടന്നോണം ഈ ഗേറ്റിനകത്ത്. സിഗ്നലിലല്ലാതെ വണ്ടി ബ്രേക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എടി, നിന്നേക്കാൾ വിലയുണ്ടടി ഈ വണ്ടിക്ക്, അറിയോ? സോ ബെറ്റർ വാച്ച് യുവർ സെൽഫ്. ഇത് കേട്ട് കാവേരി ദേഷ്യത്തോട് കൂടി നിൽക്കുമ്പോൾ നരൻ പറയുകയാണ്, ആകാശത്ത് നോക്കിയിട്ട് ഓരോന്ന് നടക്കുന്നു. മനുഷ്യനെ എല്ലാവരും കൂടി ഇറിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ നരൻ അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടും വിഷമത്തോടും കൂടി നിൽക്കുകയാണ് കാവേരി. തുടർന്ന് നിളയുടെ അരികിലേക്ക് വന്ന ശാരദ ചോദിക്കുന്നു, മൂക്ക് വിശക്കുന്നില്ലേ? ഇല്ലെന്ന് നിള പറയുമ്പോൾ ഗംഗ പറയുകയാണ്, അല്ലെങ്കിലും അവൾക്ക് ഒരിക്കലും വിശക്കില്ലല്ലോ, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണ്ടേ അമ്മേ? അപ്പൊ ശാരദ പറയുകയാണ്, അതിനിത് എവിടുന്നാ വാങ്ങിക്കേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. വിനീതും കാവേരിയും പോയിട്ടാണെങ്കിൽ കാണുന്നുമില്ല. ഇത് കേട്ട് ഗംഗ പറയുകയാണ്, ക്യാൻറ്റീനിൽ ഉണ്ടാകും അമ്മേ, അവര് വരുന്നതിന് മുമ്പ് ഓർഡർ ചെയ്യുന്നതാകും നല്ലത്, അല്ലെങ്കിൽ ഊണൊക്കെ തീർന്നു പോയെന്നിരിക്കും. ഈ സമയം കാവേരി അവിടേക്ക് വരികയാണ്. ശാരദ പറയുന്നു, കൊച്ചിന് എന്തൊക്കെയാ കഴിക്കാൻ കൊടുക്കുക? ഒന്നും അറിയില്ലല്ലോ. ആ നേഴ്സിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. വാതിൽ തുറന്ന കാവേരി വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നു, ആ കാവേരി, നീ എവിടായിരുന്നു? ഇടയ്ക്ക് നേഴ്സ് വന്ന പണം അടച്ചോന്ന് അന്വേഷിച്ചു. കാവേരി ചോദിക്കുന്നു, ആണോ, ഞാൻ പോയി കണ്ടിട്ട് വരാം. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് വരുന്ന ഗംഗ പറയുന്നു, നിക്ക്, എന്താടി നീ ഇങ്ങനെ? കണ്ട പ്രേതത്തെ പോലെ ഉണ്ടല്ലോ. അപ്പൊ ശാരദ പറയുകയാണ്, ഡോക്ടർ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അതായിരിക്കും അവള് വല്ലാണ്ടിരിക്കുന്നത്. കാവേരി ചോദിക്കുന്നു, ഡോക്ടർ എന്ത് പറയാനാ? അപ്പൊ ശാരദ പറയുന്നു, കൊച്ചിനെ ഇവിടെ കിടത്തിയതല്ലാതെ അവര് വേറൊന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട് ഗംഗ പറയുന്നു, ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിലേ പണം അടയ്ക്കണമെന്നാ നേഴ്സ് പറയുന്നത്, നീ പണം അടച്ചില്ലേ? ഒന്ന് പതറി കാവേരി പറയുന്നു, ഇല്ല ഗംഗേച്ചി, ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റിയില്ല. ടെൻഷനോടുകൂടി ഗംഗ ചോദിക്കുകയാണ്, പറ്റിയില്ലെന്നോ? അതെന്താ, ചെക്ക് മാറി അക്കൗണ്ടിൽ വന്നില്ലേ? വന്നു എന്ന് കാവേരി പറയുമ്പോൾ ഗംഗ പറയുകയാണ്, അതിന്റെ മെസ്സേജ് വന്നതാണല്ലോ ഫോണില്, വിനീതേട്ടൻ എനിക്ക് കാണിച്ചു തന്നതുമാണല്ലോ. അപ്പൊ കാവേരി പറയുന്നു, അത് മെസ്സേജ് വന്നു ചേച്ചി, പക്ഷേ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. ബാങ്കിന്റെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലമാ, വൈകാതെ ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞു. വിനീതേട്ടൻ എവിടെയെന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയണ, വിനീതേട്ടൻ ബാങ്കിൽ തന്നെ ഇരിക്കുക ഗംഗേച്ചി, പണം വന്നാൽ ഉടനെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. ഞാനിപ്പോ പോയി ടെസ്റ്റിനൊക്കെയുള്ള പണം അടച്ചിട്ട് വരാം ചേച്ചി, ഓപ്പറേഷനൊക്കെയുള്ള വലിയ തുകയെല്ലാം പിന്നെ അടച്ചാ മതിയല്ലോ. ശരിയെന്ന് ഗംഗ പറയുമ്പോൾ കാവേരി അവിടെ നിന്ന് പോവുകയാണ്. ഗംഗ സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. ശാരദ ചോദിക്കുന്നു, മോക്ക് എന്താ കഴിക്കാൻ വേണ്ടേന്ന് പറഞ്ഞേ? ഒന്നും വേണ്ടമ്മേന്ന് നിള പറയുമ്പോൾ ഗംഗ പറയണ, അമ്മ ഞാൻ ഇപ്പൊ വരാമേ. ശാരദ പറയുന്നു, ശരി, നമുക്ക് ജ്യൂസ് എന്തെങ്കിലും വാങ്ങി കുടിക്കാം കേട്ടോ. ഇത് കേട്ട് നിള തലയാട്ടുകയാണ്. തുടർന്ന് കാവേരി വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ കാവേരി എന്ന് വിളിച്ച് അരികിലേക്ക് വന്ന ഗംഗ ചോദിക്കുന്നു, എന്താടി, എന്തേലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം ഗംഗേച്ചിന്ന് കാവേരി ചോദിക്കുമ്പോൾ ഗംഗ ചോദിക്കണ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്ന് പതിരി കാവേരി പറയണ, അത് നിളമോളുടെ ഓപ്പറേഷൻ തീയതി അടുത്തില്ലേ, അതാ എന്തോ പോലെ ചേച്ചി. തോളിൽ കൈവച്ച് ഗംഗ പറയുന്നു, എടി സാരമില്ല, ധൈര്യമായിട്ടിരിക്കുക, പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, ഭഗവാനുണ്ട് കൂടെ. അപ്പൊ കാവേരി പറയുന്നു, ചേച്ചി
റൂമിലേക്ക് പൊയ്ക്കോ, ഞാനിപ്പോ വന്നോളാം. പൊയ്ക്കോ ചേച്ചി, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇത് കേട്ട് അവിടെ നിന്ന് പോകുന്ന ഗംഗ കാവേരിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാവേരി കണ്ണു നിറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് വിനീത് വിഷമത്തോടുകൂടി ഗീതയുടെയും ദാസന്റെയും കടയിലേക്ക് വരികയാണ്. വിനീതിനെ കാണുന്ന ഗീത സന്തോഷത്തോടു കൂടി ചോദിക്കുന്നു, എടാ വിനീതെ, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ നീ? അപ്പൊ വിനീത് പറയണ, ഇല്ല ഗീതേച്ചി, ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എടാ നിനക്ക് ഇരിക്കാന്ന് പറഞ്ഞ് ഗീത ചുറ്റും നോക്കുമ്പോൾ വിനീത് പറയുകയാണ്, ഇരിക്കുകയൊന്നും വേണ്ട ഗീതേച്ചി, ഞാൻ അല്പം തിരക്കില്ല. ദാസേട്ടൻ എവിടെ? അപ്പൊ ഗീത പറയണ, ഹോസ്പിറ്റലില, സ്വർണ്ണമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഡിസ്ചാർജ് ആയിട്ടില്ല. നിങ്ങള് തിരുവനന്തപുരത്ത് വന്നു എന്നറിഞ്ഞു, ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒഴിവില്ലടാ. നീ ഇപ്പൊ കണ്ടില്ലേ, ദാസേട്ടൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയം മുഴുവൻ ഇവിടെ നോക്കുന്നത് ഞാനാ. ഗീതേച്ചി, ഞാൻ വന്നതെന്ന് വിനീത് പറയുമ്പോൾ കയ്യിൽ പിടിച്ച ഗീത പറയുന്നു, പറഞ്ഞു. അപ്പൊ വിനീത് പറയണ, ഞാൻ വന്നത് കുറച്ച് കാശിന്റെ ആവശ്യത്തിന് വേണ്ടിയാ ചേച്ചി. അപ്പൊ ഗീത പറയുന്നു, എടാ ജയപാലിന്റെ അടുത്തുനിന്ന് 50 ലക്ഷം രൂപയുടെ ചെക്കും വാങ്ങിച്ചിട്ടാണ് നിങ്ങള് പുഷ്പവാടിന്ന് പോന്നേന്നാണല്ലോ അമ്മ പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ദാസൻ ചോദിക്കുന്നു, അതിന്റെ കൂടെ കുറച്ചുകൂടി കാശ് കിട്ടിയാൽ കഴിക്കോ ഗീതേ? വിനീത് ചോദിക്കുന്നു, ദാസേട്ടനോ? ദാസേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ വന്നു? അപ്പൊ ദാസൻ പറയുകയാണ്, അഡ്മിറ്റ് ആയിരിക്കുന്നതേ ഞാനല്ല, അമ്മയാ. നീ ആ കൗണ്ടറിൽ നിന്ന് ഇറങ്ങി നിൽക്ക്, പണപ്പെട്ടിയുടെ അടുത്ത് നീ ഇരുന്നാൽ ശരിയാകില്ല. ദാസേട്ടൻ ഞാൻ വിനീത് പറയുമ്പോൾ ദാസൻ പറയണ, ഗീതേ നീ അങ്ങോട്ട് ചെന്ന് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യടി, സ്റ്റാഫ് കുറവാണെന്ന് നിനക്കറിയില്ലേ? ഇത് കേട്ട് ഗീത എവിടെ നിന്ന് പോകുമ്പോൾ, ഞാൻ പോട്ടെ ദാസേട്ടാ, ഇവിടെ വരെ വന്നപ്പോൾ കേറിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിനീത് എവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ദാസൻ പറയുന്നു, അളിയനൊന്ന് നിന്നേ, നീ വന്നത് പണത്തിന്റെ ആവശ്യത്തിനാണല്ലേ, തുറന്നു പറഞ്ഞോ വിനീതേ? അപ്പൊ വിനീത് പറയണ, അതെ ദാസേട്ടാ, സത്യം പറഞ്ഞാൽ കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇത് കേട്ട് ദാസൻ ചോദിക്കുന്നു, അത് നീ എന്നോട് ചോദിക്കാൻ മടിക്കണോ വിനീതേ? നീ എന്റെ അളിയനല്ലേ? എനിക്കൊരാവശ്യം വന്നാൽ നീയും, നിനക്കൊരാവശ്യം വന്നാൽ ഞാനും സഹായിക്കേണ്ടതല്ലേ? ദാസേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോന്ന് വിനീത് ചോദിക്കുമ്പോൾ ദാസൻ ചോദിക്കാണ്, എത്രയും നിനക്ക് വേണ്ടേ? വിനീത് പറയണ, ഒരു 10 ലക്ഷം കടമായിട്ട് മതി, പലിശയടക്കം എത്രയും വേഗം തിരിച്ചു തന്നേക്കാം, ഒരത്യാവശ്യം ആയതുകൊണ്ടാ. അപ്പൊ ദാസൻ പറയണ, അത്രയൊന്നും എടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ടാകില്ലടാ. വിനീത് ചോദിക്കുന്നു, പിന്നെ ദാസേട്ടന്റെ കയ്യിൽ എത്രയുണ്ടാകും? എത്രയായാലും എനിക്കിപ്പം വലിയ സഹായമാണ് ദാസേട്ടാ. അപ്പൊ ദാസൻ പറയണ, എന്നാൽ ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാം വിനീതേ, എന്റെ കയ്യിൽ നിന്ന് നിനക്ക് 10ന്റെ പൈസ കിട്ടില്ല വിനീതേ. എടാ നിനക്ക് കാശിന്റെ ആവശ്യമുണ്ടോന്ന് നിന്നോട് ചോദിച്ച് പറയിപ്പിച്ചിട്ട് ഇല്ല എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ നിനക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് കേൾക്കുന്നതും അത് കയ്യിൽ വെച്ചോണ്ട് ഇല്ലാന്ന് പറയുന്നതും എനിക്കൊരു സുഖമാടാ. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്റെ മുന്നിൽ കൈനീട്ടി നിന്നിട്ടുണ്ട്. അന്ന് എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച ഈ കൈ ഇന്ന് എന്റെ മുന്നിൽ നീട്ടാനിടയായെങ്കിൽ അത് ദൈവം ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാടാ. വിനീതേ, ഇനി നീ പൊയ്ക്കോ, പോടാ. ഇത് കേട്ട് വിനീത് വിഷമത്തോടുകൂടി അവിടെ വന്ന് പോകുമ്പോൾ ദാസൻ പറയുകയാണ്, 10 ലക്ഷം അവന്റെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഇവിടെ, ഇപ്പൊ കൊടുക്കാൻ ഞാൻ. പുറത്തേക്ക് പോകുന്ന വിനീതിന്റെ അരികിലേക്ക് വന്ന ഗീത ചോദിക്കുന്നു, വിനീതേ എന്താണ് നിനക്ക് പണത്തിന്റെ ഇത്ര ആവശ്യം? അപ്പൊ വിനീത് പറയണ, നിളമോളുടെ അസുഖത്തിന്റെ കാര്യം ചേച്ചി അറിഞ്ഞതല്ലേ? അപ്പൊ ഗീത പറയണ, അറിഞ്ഞു. നിളയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നത്? അപ്പൊ വിനീത് പറയണ, ചേച്ചി അറിഞ്ഞതുപോലെ ജയപാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50 ലക്ഷത്തിന്റെ ചെക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പായിട്ട് അതിവിടെ വന്ന് മാറുകയും ചെയ്തു. പക്ഷേ ആ പണം കയ്യിന്ന് പോയി ഗീതേച്ചി. ഗീത ചോദിക്കുന്നു, പോയിന്നോ? എങ്ങനെ? നടന്ന കാര്യങ്ങളെല്ലാം ഗീതയോട് പറയുകയാണ് വിനീത്. തുടർന്ന് വിനീത് പറയുകയാണ്, ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ചേച്ചി നിളയെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗീതേച്ചി. അങ്ങനെ വിനീത് കരയുമ്പോൾ കണ്ണു നിറഞ്ഞ എടാന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് ഗീത. ഈ സമയം അവിടേക്ക് വന്ന ദാസൻ ഉറക്കെ ഗീതയെന്ന് വിളിക്കുമ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് അവർ. വിനീത് പറയുന്നു, ഗീതേച്ചി പൊയ്ക്കോ, ഞാൻ കാരണം ഒരു കുടുംബം കൂടി തകരണ്ട, പൊക്കോ ഗീതേച്ചി, ചെല്ല്. ഇത് കേട്ട് ഗീത അവിടെ നിന്ന് പോകുമ്പോൾ കണ്ണീര് തുടച്ച് വന്ന് ആലോചിച്ച് വിനീതും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വന്ന നിവിൻ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ കാവേരിയെ നീ എനിക്ക് ഒരൊറ്റ തവണ കാണിച്ചു തരണേ, അവളോട് എനിക്ക് എല്ലാം തുറന്നു പറയാനുള്ള ഒരവസരം ഉണ്ടാക്കി തന്നാ മതി. ആ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിയാൽ അവൾ എനിക്ക് സ്വന്തമാകുമെന്നുള്ളത് ഉറപ്പാ. നടന്ന് വലഞ്ഞു ഭഗവാനെ. വിനീതിനെ ഇവിടെ അടുത്തു വെച്ച് കണ്ടതുകൊണ്ട് മാത്രമാ ഈ പരിസരത്ത് ഞാൻ അലങ്ങി തിരിഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് കാവേരി ഒന്ന് കാണിച്ചതാ, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ? ഈ സമയം ക്ഷേത്രത്തിലേക്ക് വന്ന കാവേരി നിവിന്റെ കുറച്ചപ്പുറത്തായി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നിവിൻ കാവേരിയെ ശ്രദ്ധിക്കുന്നില്ല. കാവേരി ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിവിൻ അവിടെ നിന്ന് പോവുകയാണ്. കാവേരി പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാ ഞാൻ ഈ തിരുമുമ്പിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് മുന്നിൽ ഒരു വഴി തെളിയുന്നില്ല. നിളമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, ഓപ്പറേഷന് പണം അടയ്ക്കണം. ജയപാലിനോട് എത്ര വഴക്കിട്ട് വാങ്ങിച്ചെടുത്ത പണം അത് മുഴുവനും കയ്യിന്ന് പോയി ഭഗവാനെ. അത്രയും പണം ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊരു വഴി കാട്ടിത്തരണേ ഭഗവാനെ. നിവിൻ വിഷമത്തോടുകൂടി ആലോചിച്ച് അവിടേക്ക് ഇരിക്കുകയാണ്. കാവേരിയും ആലോചിച്ചുകൊണ്ട് നിവിന്റെ കുറച്ചിപ്പുറത്തായി വന്നിരിക്കുകയാണ്. തൂണിന്റെ മറവുള്ളത് കൊണ്ട് അവർ മുഖാമുഖം കാണുന്നില്ല. ഈ സമയം ക്ഷേത്രത്തിലേക്ക് വരുന്ന രാഗിണി കാണുകയാണ് അവിടെ ഇരിക്കുന്ന നിവിനെയും കാവേരിയെയും. ഞെട്ടി ടെൻഷനോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് രാഗിണി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഒരു പില്ലറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന നിവിനെയും കാവേരിയെയും തന്നെ നോക്കി നിൽക്കുകയാണ് രാഗിണി. അവർ പരസ്പരം കണ്ടിട്ടില്ല എന്ന് രാഗിണിക്ക് മനസ്സിലാകുന്നു. രാഗിണി തന്റെ ഫോണിൽ ഫോട്ടോ എടുക്കുകയാണ്. കാവേരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിവിന്റെ അരികിലേക്ക് വന്നു സംസാരിക്കുകയാണ് രാഗിണി. നിവിൻ ദേഷ്യത്തോടുകൂടി രാഗിണിയോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ച രാഗിണി
പറയുന്നു, നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാമേ. അങ്ങനെ രാഗിണി ഫോണിൽ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. പില്ലറിന്റെ അപ്പുറത്തും അപ്പുറത്തുമായിരിക്കുന്ന കാവേരിയും നിവിനുമാണ് ആ ഫോട്ടോയിൽ. നിവിൻ ഞെട്ടി വിശ്വസിക്കാനാകാതെ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ രാഗിണി ചിരിച്ചുകൊണ്ട് നിവിനെ നോക്കുകയാണ്. കാവേരി ആ ക്ഷേത്രത്തിലുണ്ടെന്ന് മനസ്സിലായ നിവിൻ കാവേരി എന്ന് വിളിച്ച് അവിടെയെല്ലാം കാവേരിയെ അന്വേഷിക്കുകയാണ്. കാവേരിയെ കണ്ടെത്താൻ നിവിന് കഴിയുന്നില്ല. തുടർന്ന് വീട്ടിലേക്ക് വന്ന രാഗിണി ജയപാലിനോട് ഇക്കാര്യം പറയുകയാണ്. നിവിൻ എങ്ങനെയും കാവേരിയെ കണ്ടെത്തി കല്യാണം കഴിക്കുമെന്ന് രാഗിണി പറയുമ്പോൾ ജയപാലൻ പറയുന്നു, നിവിൻ ജീവിച്ചിരുന്നാലല്ലേ അവൻ രാഗിണിയെ കല്യാണം കഴിക്കത്തുള്ളൂ. അങ്ങനെ ജയപാലൻ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് രാഗിണി. തുടർന്ന് വീട്ടിലേക്ക് വന്ന വിനീത് പണം നഷ്ടപ്പെട്ട കാര്യം ഗംഗയോട് പറയുകയാണ്. രാവിലെ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 50 ലക്ഷം രൂപ പോയിന്ന്. ഇത് കേട്ട് തലയിൽ കൈവച്ച് പൊട്ടിക്കരയുകയാണ് ഗംഗ. ഗംഗയെന്ന് വിളിച്ച് വിനീത് അരികിലേക്ക് ചെല്ലുമ്പോൾ വിനീതിനെ കുറ്റപ്പെടുത്തി ദേഷ്യത്തോടുകൂടി വിനീതിനെ പിടിച്ചു തള്ളുകയാണ് ഗംഗ. താഴേക്ക് വീണ വിനീത് കരഞ്ഞുകൊണ്ട് ഗംഗയെ നോക്കുമ്പോൾ ഗംഗ പറയുന്നു, ഇതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞത്. ഒരു കഴിവും വിവരവും ഇല്ലാത്ത ആളായി പോയല്ലോ വിനീതേട്ടാ, പൊയ്ക്കോ, എനിക്കിനി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് വിനീതിനെ അടിച്ചിറക്കുകയാണ് ഗംഗ. ഇത് വിനീത് കണ്ട സ്വപ്നമാണ്. വിനീത് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അരികിലേക്ക് വന്ന് കാര്യം അന്വേഷിക്കുകയാണ് ഗംഗ. യമുനെ അവിടെ കൂടി വരുന്നു. സത്യം തുറന്നു പറയാനാകാതെ കണ്ണു നിറഞ്ഞ് വിനീത് പുറത്തേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി നിൽക്കുകയാണ് ഗംഗയും യമുനയും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്